നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫുട്ബോൾ ലോകം ഏറെ ശ്രദ്ധിക്കുന്ന ലീഗുകളിൽ ഒന്ന് അമേരിക്കൻ ലീഗാണ്. ലയണൽ മെസ്സിയുടെ വരവാണ് അതിന് കാരണമായിട്ടുള്ളത്. മെസ്സി വന്നതോടുകൂടി കൂടുതൽ ആരാധകരെ ഈ ലീഗിലേക്ക് ആകർഷിക്കാൻ MLS കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ലയണൽ മെസ്സി വരുന്നതിന് മുൻപേ തന്നെ ഒരുപാട് സൂപ്പർ താരങ്ങൾ അമേരിക്കൻ ലീഗിൽ കളിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച്. 2018-19 കാലയളവിലാണ് ഇദ്ദേഹം ലോസ് ആഞ്ചലസ് ഗാലക്സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. തകർപ്പൻ പ്രകടനം അവർക്ക് വേണ്ടി അദ്ദേഹം പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 56 ലീഗ് മത്സരങ്ങളിൽ നിന്ന് 52 ഗോളുകൾ അവിടെ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ ലീഗിനെ കുറിച്ച് ചില കാര്യങ്ങൾ സ്ലാറ്റൻ പറഞ്ഞിട്ടുണ്ട്. MLS വളർച്ച അത് മന്ദഗതിയിലാണെന്നും പല നിയമങ്ങളിലും മാറ്റം വരേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ സ്ലാറ്റൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ശരിയായ ദിശയിൽ തന്നെയാണ് MLS വളരുന്നത്, പക്ഷെ വളരെ പതിയെയാണ് അതിന്റെ വളർച്ചയുള്ളത്. ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെയാണ് ഇതിന് തടസ്സമായി നിലകൊള്ളുന്നത്. അതിവേഗം വളരാൻ വേണ്ടി നിയമങ്ങളിൽ മാറ്റം വരണം. അടുത്ത വേൾഡ് കപ്പ് അമേരിക്കയിലാണ് നടക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ യൂറോപ്പിലെ ലെവൽ വളരെ ഉയർന്നതാണ്. നിങ്ങൾക്ക് ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും അടിത്തട്ടിൽ നിന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ ഫുട്ബോൾ വളർത്താൻ വേണ്ടി അമേരിക്ക കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതാണ് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് നൽകുന്ന ഒരു ഉപദേശം. സൂപ്പർ താരങ്ങൾ വന്നതുകൊണ്ട് മാത്രം ഒരു ലീഗിന് വളർച്ച ഉണ്ടാവില്ല എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ഒരുപാട് താരങ്ങളെ തങ്ങളുടെ ലീഗിലേക്ക് ആകർഷിക്കാൻ MLS ഇപ്പോൾ കഴിയുന്നുണ്ട്. കൂടാതെ മെസ്സി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളുടെ വരവ് സാമ്പത്തികപരമായി ലീഗിന് വളരെയധികം ഗുണം ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ മികച്ച രൂപത്തിലേക്ക് ഇനി മാറാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ MLS ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.